നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും പുതിയ അംഗത്തിന്റെ വരവറിഞ്ഞില്ലല്ലോ. എങ്ങനെ അറിയാനാ? ഇവിടെ എല്ലാവരുടെ തോന്നിവാസമല്ലേ നടക്കുന്നത്. എന്തായാലും നമ്മളെല്ലാം അംഗീകരിക്കാൻ വിധിക്കപ്പെട്ടവരും. എന്തായാലും വിവാഹം കഴിയാത്ത വന്ദനേച്ചി ഇങ്ങനൊരു പെൺകുട്ടിയെ ഒപ്പം കൂട്ടിയത് ഒട്ടും ശരിയായ കാര്യമല്ല. വന്ദനേച്ചിക്ക് അതിന്റെ ഭവിഷ്യത്ത് അറിയാഞ്ഞിട്ടാ കരുതേ. ഭാവിയിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ താനെ പഠിച്ചോളൂ. അതേ എനിക്ക് പറയാനുള്ളൂ. എനിക്കിവിടെ ഒരു അടുക്കളക്കാരിയുടെ സ്ഥാനമാണെന്ന് അറിയാം. എന്നാലും കുടുംബത്തിലെ മൂത്ത മരുമകൾ എന്ന സ്ഥിതിക്ക് എനിക്കൊരു അഭിപ്രായം പറയാലോ. പറഞ്ഞു കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ദിയമോള് വന്ദനെ സ്വന്തം അമ്മയായിട്ടാ കാണുന്നത്. ഒരമ്മയുടെ വാത്സല്യം, സന്തോഷവും സ്നേഹവും കുട്ടിക്ക് വന്ദനയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ സ്ഥിതിക്ക് കുറച്ചുകാലം കുട്ടി വന്ദനയുടെ കൂടെ ജീവിക്കട്ടെ. അതിന് എല്ലാവരും നിറഞ്ഞ മനസ്സോടെ അനുവാദം കൊടുക്കുന്നത് മഹാപുണ്യമായിരിക്കും. ആണോ? ഒരു പുതിയ ജഡ്ജി വന്നിരിക്കുന്നു. ഊമയും ബദിരനുമായി ഒരുത്തരെ ഏറ്റെടുത്തതിന്റെ ശ്വാസം മുട്ടലും ബാധ്യതയും ഇതുവരെ തീർന്നിട്ടില്ല. അത് പോരാഞ്ഞിട്ടാ ഒരു പെങ്കൊച്ചിന്റെ ഭാരം കൂടി അടിച്ചേൽപ്പിക്കുന്നത്. നടക്കില്ല. നാളെ നേരം പുലരുമ്പോ ഈ കുട്ടി ഇവിടുന്ന് കെട്ടുകെട്ടിച്ചിരിക്കണം. ഏട്ടനൊന്ന് നിന്നേ. എന്റെ ഇഷ്ടം മാത്രം നോക്കിയല്ല കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തത്. എന്റെ അച്ഛനമ്മമാരുടെ അനുവാദത്തോടു കൂടിയാ. അവർ പറഞ്ഞിട്ടാ. ദിയമോളുടെ ചെലവുകളും ബാധ്യതകളൊക്കെ ഞാൻ വഹിച്ചോളാം. അക്കാര്യത്തിൽ ചില്ലി കാശ് പോലും ആരും ചെലവാക്കണ്ട. പിന്നെ വിനുവേട്ടന്റെ കാര്യം. വേണ്ടി വന്ന വിനുവേട്ടന്റെ എല്ലാ ബാധ്യതകളും ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. എന്റെ അമ്മയുടെ വയറ്റിൽ പറഞ്ഞില്ലേലും എനിക്ക് കൂടെപ്പിറപ്പ് തന്നെയാ വിനുവേട്ടൻ. നാളിതുവരെ ഇവിടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നത് ഞാനാ. ഇന്നുവരെ ഈ കുടുംബത്തിലെ എല്ലാ ചെലവും നടന്നു പോകുന്നത് എന്റെ പണം കൊണ്ടാണ്. ദിയമോളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആരും കുട്ടിയുടെ കാര്യത്തിൽ ഇടപെടണ്ട, രോഷം കൊള്ളുകയും വേണ്ട. മനസ്സിലായോ? മോള് പേടിച്ചുപോയോ? ആരും എന്നെ പേര് പറഞ്ഞ് വരക്ക് കൂടണ്ട. ഏയ്, അങ്ങനെയൊന്നും ഇല്ല മോളെ. ഈ മാമന്മാരൊക്കെ വെറുതെ കളിതമാശ പറയുന്നതാ. ദേ നോക്ക്, മോൾക്കിവിടെ വന്ദനാമ്മയുണ്ട്, വർഷാന്റി ഉണ്ട്, ഈ മുത്തശ്ശി മുത്തശ്ശനും ഒക്കെ ഉണ്ട്. മോളൊന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. മോളെ, ദിയമോൾക്ക് ഭക്ഷണം കൊടുക്ക. ശരി അച്ഛാ, ഞാനും കൂടി വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.